എന്നിട്ട് അതിൻ്റെ കൈഫിയത്തിന് അള്ളാഹുലേക്ക് വിടുകയാണ് ചെയ്തത്. ഇതാണ് ഇമാം ഇബ്നു തൈമിയയുടെ അഖീദയായിട്ട് മൗലാന തഖി ഉസ്മാനി ഹഫ്ളഹുല്ലാഹ് പറയുന്നത്. എന്നാൽ ഇതേ പ്രയോഗം അള്ളാഹുവിൻ്റെ നുസൂൽ ഹഖീഖത്തൻ നുസൂൽ തന്നെയാണ് എന്ന് ഇതേ പ്രയോഗം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു തൈമിയ്യക്ക് മുഅ്തഖിദ് എന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ ദാറുലും ദേവബന്ദിലെ പണ്ഡിതന്മാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെല്ലാവരും ഒരേ അഖീദക്കാരെല്ലാം നമ്മൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ അശ്അരിയത്തിൻ്റെ റൂട്ടിൽ മുത്തഅഖിറുൽ അശാഇറ പോയ അതേ റൂട്ടിൽ പോയ ദേവബന്ദി പണ്ഡിതരുണ്ട്. അവർ നമ്മൾ മുമ്പ് വിശദീകരിച്ച പണ്ഡിതന്മാരുടെ ഇബാറത്തുകളെ ഗണ്ണിക്കുന്ന രൂപത്തിൽ അവർ എഴുതിയിട്ടുമുണ്ട്. മൗലാന ബിലാൽ ദർവീഷ് സാഹിബ് മഹാനവറുകൾ ഈ വിഷയം പറയുന്നിടത്ത് പറയാണ്, എഹ്തിയാത്ത് വാല രാസ്ത യേ ഹേ കെ, സൂക്ഷ്മതയുള്ള വഴി ഇതാണ് കെ ജോ നസ്മെ വാരിദ് ഹോ ഉസ് പർ അപ്നി തൊറഫ് സെ ഖുയൂദ് ബിദാത്തിഹി യാ ഹഖീഖത്തൻ വഗൈറ കി ന ലഗായി ജായേ. മഹാനവർ പറയുന്നത് വെച്ചാൽ നുസൂസിൽ വന്ന ഖുർആനിലും ഹദീസിലും വന്ന അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച് നമ്മുടെ ഭാഗത്തുനിന്ന് കൈദുകൾ ഉപാധികൾ വയ്ക്കരുത്. ബിദാത്തിഹി എന്നുള്ള ഉപാധിയോ അല്ലെങ്കിൽ ഹഖീഖത്തൻ എന്ന ഉപാധി വയ്ക്കരുത് എന്നാണ് മൗലാന പറയുന്നത്. പക്ഷേ ബിദാത്തിഹി എന്ന ഉപാധി ദൈവബന്ധ അക്കാബിറുകൾ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഹഖീഖത്തൻ എന്ന ഉപാധി ദൈവബന്ധ അക്കാബിറുകൾ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അശ്അരിയത്ത് മുത്തഅഖിർ അശാഇറയുടെ വീക്ഷണമാണ്. അവർ പറയുന്ന സലഫിൻ്റെ മസ്ലക്കിൽ അവർ പറയുന്നത് ദാത്തിഹി എന്നോ ഹഖീഖത്ത് എന്നോ ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർത്തതാണ് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തു ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി എന്ന് പറയുന്നത്. പക്ഷേ ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് അല്ല. ഇത് യഥാർത്ഥത്തിൽ മാഉൻ മുത്ലഖ് എന്ന് പറഞ്ഞാൽ നിരുപാധികം വെള്ളമെന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ഉപാധിയുമില്ലാത്ത വെള്ളത്തിന് മുത്ലഖ് എന്ന് ഉപാധി വരേണ്ട ആവശ്യമില്ല, വെറും വെള്ളം എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ മുത്ലഖ് എന്ന് പറയുന്നത് വേറെ ഒരു ഉപാധിയും അതിലേക്ക് ചേർക്കേണ്ട, പച്ച വെള്ളം തനിച്ച വെള്ളം എന്ന അർത്ഥം ധ്വനിപ്പിക്കാൻ വേണ്ടിയാണ് മുത്ലഖ് എന്ന പ്രയോഗം നടത്തുന്നത്. എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുൽ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ മുൻഗാമികളെ പണ്ഡിതന്മാർ ബിദാത്തിഹി എന്ന പ്രയോഗം, ഹഖീഖത്തൻ എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ബിലാഹിരിഹി എന്ന പ്രയോഗം നടത്തിയിട്ടുള്ളത് അതെങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്ന അർത്ഥത്തിലാണ്. മറ്റൊരു ഉപാധിയും ചേർക്കണ്ട, എങ്ങനെയാണോ പഠിപ്പിച്ചത് അങ്ങനെ വിശ്വസിക്കുക എന്നത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഹഖീഖത്തൻ എന്ന പ്രയോഗവും ബിദാത്തി എന്ന പ്രയോഗവും അത് പാടില്ല എന്നാണ് പിൽക്കാലക്കാരായ അശ്അരികൾ പറയുന്നത്. ദൈവബന്ധ അക്കാബറുകളായ പല പണ്ഡിതരും ഈ പ്രയോഗം നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഇമാം ഇബ്നു തൈമിയ്യയുടെ മദ്ഹബ് എന്താണ്? മൗലാന തഖി ഉസ്മാനി റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൻ്റെ നുസൂലുമായി ബന്ധപ്പെട്ട് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെ ഒരു അഭിപ്രായം കൊണ്ടുവരുന്നുണ്ട്. ലഫ്ളെ നുസൂൽ, അള്ളാഹു ഇറങ്ങുക എന്ന നുസൂൽ, ലഫ്ളെ നുസൂൽ കോ ഹഖീഖി മാനാ പർ महमूल करके उसकी कैफियत से तवक़ुफ़ करते हैं. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അള്ളാഹുവിൻ്റെ നുസൂലിനെ സംബന്ധിച്ച് ആ നുസൂൽ എന്നത് ഹഖീഖിയായ മാന തന്നെയാണ്, അത് ഹഖീഖത്തൻ നുസൂൽ തന്നെയാണ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൈഫിയത്തിന് അള്ളാഹുലേക്ക് വിടുകയാണ് ചെയ്തത്. ഇതാണ് ഇമാം ഇബ്നു തൈമിയ്യയുടെ അഖീദയായിട്ട് മൗലാന തഖി ഉസ്മാനി ഹഫ്ളഹുല്ലാഹ് പറയുന്നത്. എന്നാൽ ഇതേ പ്രയോഗം അള്ളാഹുവിൻ്റെ നുസൂൽ ഹഖീഖത്തൻ നുസൂൽ തന്നെയാണ് എന്ന് ഇതേ പ്രയോഗം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്നു തൈമിയ്യക്ക് മുഅ്തഖിദ് എന്ന് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ അൻവർ കശ്മീരി മൗലാന ആണ്. അള്ളാഹുവിൻ്റെ നുസൂലുമായി ബന്ധപ്പെട്ട് മൗലാന അവர்கள் വിശദീകരിക്കുകയാണ്. ഫൽ ഹാസിലു അന്ന നുസൂൽ അൽ ബാരി ഇലാ സമാഇ ദുനിയ, ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും എന്നുള്ളത് നുസൂലുൻ ഹഖീഖത്തൻ, അത് ഹഖീഖിയായ നുസൂലാണ്, യഥാർത്ഥ ഇറക്കം തന്നെയാണ്. യുഹ്മലു അലാ ളാഹിരിഹി, അതിൻ്റെ ബാഹ്യാർത്ഥം എന്താണോ അതിനെ ചുമത്തപ്പെടും. വയുഫവ്വദു തഫ്സീലുഹു വ തകീഫുഹു ഇലൽ ബാരി അസ്സ ബുർഹാനുഹു, അതിൻ്റെ വിശദീകരണം, അതിൻ്റെ കൈഫിയത്ത് അതെങ്ങനെയാണ് എന്നുള്ളത് അത് അള്ളാഹുലേക്ക് വിടണം. എന്നിട്ട് മഹാനവറുകൾ പറയാണ് വഹുവ മദ്ഹബുൽ അഇമ്മത്തിൽ അർബഅ, ഇതാണ് മദ്ഹബുകളുടെ 4 മദ്ഹബുകളുടെ ഇമാമുകളുടെ മദ്ഹബ്, അവരുടെ വീക്ഷണം ഇതാണ് എന്ന് മാത്രമല്ല വസ്സലഫി സ്വാലിഹീൻ, മുൻഗാമികളായ മഹത്തുക്കളായ സലഫുകളുടെയും മദ്ഹബ് ഇതാണ്. എന്ത്? അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നുള്ളത് ഹഖീഖത്തൻ യഥാർത്ഥ ഇറക്കം തന്നെയാണ്. അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ മേൽ അതിനെ ചുമത്തണം, അതിൻ്റെ വിശദീകരണത്തെ, അതിൻ്റെ കൈഫിയത്തിനെ, അതിൻ്റെ രീതിയെ അള്ളാഹുലേക്ക് വിടണം. അപ്പോൾ ഇത് 4 മദ്ഹബുകളുടെ ഫഖഹിൻ്റെ 4 മദ്ഹബുകളുണ്ട്. ആ മദ്ഹബുകളിൽപ്പെട്ട ഇമാമുകൾ, ആ ഇമാമുകളുടെ വീക്ഷണം ഇത് തന്നെയാണ്. അതുപോലെ തന്നെ സലഫു സാലിഹുകളുടെ വീക്ഷണം ഇത് തന്നെയാണ്. ഇത് തന്നെയാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും വീക്ഷണം. അപ്പോൾ ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി എന്താണ് പഠിപ്പിച്ചത് അത് തന്നെയാണ് അൻവർ കശ്മീരി മൗലാന ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നത്.